സുഹൃത്തുക്കളെ, 2015 തമിഴ്നാട് സിനിമ അന്ന് ഇറങ്ങിയ സിനിമയുടെ അവാർഡുകൾ ഈ 2024 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. എഞ്ചാതി മനുഷ്യരാണ് ഇവർ. ഇപ്പൊ തന്നെ നമ്മുടെ മലയാള സിനിമകൾ പോയിട്ടാണ് അവിടെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ തിയേറ്ററുകാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളത്തില് ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. കൃത്യമായിട്ട് ഓരോ വർഷം കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ ഈ നല്ല നടന്മാരാ, നല്ല നടിമാരാ, നല്ല സിനിമ, നല്ല സംവിധായകൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു മാസമുണ്ട്, ആ മാസത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പല മേഖലയിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കും, നമ്മൾ മലയാളികൾ പ്രഖ്യാപിക്കും മിക്കവാറും ഇന്നയാളായിരിക്കും കേട്ടോ അടുത്ത തവണത്തെ ഏറ്റവും നല്ല നടൻ എന്നൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിയും. ഇപ്പൊ തന്നെ മമ്മൂട്ടിയുടെ പേരുകളൊക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കാനൊക്കെ ഉണ്ട്. ഇന്നയാളായിരിക്കും അടുത്ത വർഷത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ എന്ന രീതിയിലൊക്കെ. എന്തൊക്കെയായാലും അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് 2015 തമിഴ്നാട്ടിലെ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയും അത് തപ്പിയെടുക്കുകയും അന്നത്തെ ഏറ്റവും നല്ല നടൻ ആരാണ്, ഏറ്റവും നല്ല ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തനി ഒരുവെന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു തനി ഒരുവെന്ന് പറയുന്ന സിനിമയാണ് അത്ര ഏറ്റവും നല്ല സിനിമയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇറുതി സുട്രു എന്ന് പറയുന്ന ഒരു ഗംഭീര ഫൈറ്റ് സിനിമ ഉണ്ടായിരുന്നു. ഒരു ഗുസ്തിയുടെ ഒക്കെ ഒരു പടമാണ്. നമ്മുടെ മാധവൻ അതിഗംഭീരമായിട്ട് അഭിനയിച്ചൊരു പടമാണ്. അതിലത്തെ അഭിനയത്തിന് മാധവൻ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനിയൊരു സിനിമ പറഞ്ഞാൽ അത്ഭുതമാവുക, 36 വയതിനിലെ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിലത്തെ അഭിനയത്തിന് ജ്യോതിയ്ക്കാണ് ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അവാർഡുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 1967 ആദ്യമായിട്ട് തമിഴ്നാട്ടില് ഇങ്ങനത്തെ ഒരു അവാർഡ് നിശ്ചയിക്കുന്നത്. പിന്നീട് അത് 2008 നിർത്തി, കുറെ പ്രശ്നം ഉണ്ടായി. പിന്നീട് വീണ്ടും അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇടപെട്ടിട്ട് വീണ്ടും ആ അവാർഡ് തുടങ്ങുകയും ഇപ്പോഴത്തെ അങ്ങനെ അത്യാവശ്യമൊക്കെ വലിയ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ അവർ അവാർഡ് കൊടുക്കുന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു അത്ഭുതം എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം, സിനിമ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള അത്തരം ആളുകളൊക്കെ തന്നെയാണ് അത് അവിടുത്തെ രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമാ മേഖലയോട് ഒരു സ്നേഹവും ഇല്ലാതെ ഒരു പ്രതിബദ്ധവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അത്ഭുതം കേട്ടോ, എൻ്റെ ഒരു സംശയം. എന്തൊക്കെയല്ല അതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ഇങ്ങനെ ഓരോ മാസം ഇടവിട്ടിട്ട്. കാരണം ഇപ്പൊ തന്നെ 2015 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 2016, 2017, 2018 എന്ന് പറയുന്ന അവാർഡുകളൊക്കെ ഓരോ മാസം വെച്ച് കൊടുത്ത് ഈ 2024 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയിലേക്കൊക്കെ തമിഴ്നാട് ഗവൺമെന്റ് എന്നെത്തും എന്നൊക്കെ ഒരു വലിയ സംശയം. എന്തൊക്കെയാലും കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. അവർ തന്നെ മറന്നു കളഞ്ഞ ആ ഒരു സിനിമയെക്കുറിച്ച്, മാധവനൊക്കെ എപ്പോഴോ മറവിലേക്ക് തള്ളിവിട്ടു പോയ ആ ഒരു സിനിമയിലെ അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ അവാർഡ് കൊടുക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യുമോ? താൻ ഈ ഒരു റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ അഭിനയിച്ച, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ ലൈം ലൈറ്റിൽ ഇങ്ങനെ അത്ര സിനിമകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത്ര അവാർഡുകൾക്ക് ഒരു വലിയ സന്തോഷം കിട്ടുക. ഇത് 2015 എങ്ങാണ്ട് അഭിനയിച്ചൊരു സിനിമയാണ്. അന്നത്തെ അഭിനയത്തിന് ഇന്ന് അവാർഡ് കിട്ടുമ്പോൾ എങ്ങനെയാണ് അവർക്കത് ഫീൽ ചെയ്യുക എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല അഭിനയത്തിന് കിട്ടുന്നല്ലേ, അവർ ചെയ്തൊരു ആർട്ട് വർക്കിന് കിട്ടുന്ന അവാർഡല്ലേ, അവരത് ഇരു കൈ നീട്ടി സന്തോഷത്തോടെ തന്നെ വാങ്ങിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും ബൈ. നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതാൻ മറക്കരുത് കേട്ടോ. ബൈ.